നമസ്കാരം. മധു, മാധൻ, ചുണ്ടമ്മ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. മധു എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഇടുന്ന ഒരു പേരാണ്. പക്ഷെ മാധൻ, ചുണ്ടമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആളുകൾ ഉടനെ തന്നെ മനസ്സിലാക്കും ഇവർ വളരെ കോമൺ അല്ലാത്ത പേരുകളാണ് ഇതൊക്കെ. എന്താണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത്? മധുവിനെ കുറച്ച് ധാന്യം എടുത്ത് കഴിച്ചു എന്ന് വിചാരിച്ച് തല്ലി കൊന്നു. ചിരിച്ചുകൊണ്ട് മരണം ഏറ്റുവാങ്ങി. എന്തിനാണ് തന്നെ തല്ലുന്നത്? താൻ ചെയ്ത കുറ്റം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തിനാണ് തല്ലുന്നതെന്ന് മനസ്സിലായില്ല. തല്ലിക്കൊന്നു. വർഷം കുറെയായി. നമ്മൾ ഇതുവരെ അതിന്റെ ഗൗരവം ഇതുവരെ കേരള സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക നായകർ, പരിസ്ഥിതി പ്രവർത്തകർ, കേരള മാതൃക വികസിപ്പിക്കുന്നവർ, കേരള മാതൃകയെ കുറിച്ച് വാനോളം പറയുന്നവർ, പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നവർ, ഒന്നിനും ഒരു കുറവുള്ള നാടല്ല ഇവിടെ. നമ്മൾ തള്ളി മറയ്ക്കും. പക്ഷേ മധുവിന്റെ മരണം നമുക്ക് ഒരു വേദനയും കേരളത്തിൽ ഉണ്ടാക്കിയില്ല. ഇന്നലെ മാധൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത തെറ്റെന്താ? വാഹനങ്ങൾ തമ്മിലുള്ള ഓവർടേക്കിങ്ങിനുള്ള തർക്കത്തിൽ, അവർ തമ്മിലുള്ള തർക്കത്തിൽ ഒന്ന് ഇടപെട്ടു, പറഞ്ഞു നിങ്ങൾ വഴക്കുണ്ടാക്കാതെ കുട്ടികൾ പോകണം. അവരുടെ നാട്ടിൽ വെച്ചാണ്. ഏത് നാട്ടിലും ആളുകൾ തല്ല ഉണ്ടാകുമ്പോൾ പ്രാദേശിക ആളുകൾ ഇടപെട്ട് പറയുമല്ലോ മതിയാക്കി പോകാൻ. അങ്ങനെ മാധൻ ഇത് ചെയ്തു. മാധനെ കാറിൽ കെട്ടി 1/2 കിലോമീറ്റർ കൊണ്ടുപോയി. അദ്ദേഹം ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ചുണ്ടമ്മ എന്ന് പറയുന്ന ഒരു അമ്മ മരിച്ചുപോയി. ഈ കേരളത്തിലാണെങ്കിൽ ആംബുലൻസുകളുടെ ബഹളമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആംബുലൻസ് ഉണ്ട്, യുവജന സംഘടനകൾക്ക് ആംബുലൻസ് ഉണ്ട്, സാമൂഹ്യ സംഘടനകൾക്ക്, സാംസ്കാരിക സംഘടനകൾക്ക്, സന്നദ്ധ സംഘടനകൾക്ക്, എല്ലാവർക്കും ആംബുലൻസ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ചുണ്ടമ്മയെ കൊണ്ടുപോയത് ആട്ടോയിലാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേളു അവർ പറയുന്ന കേട്ടോ അത് ഗൂഢാലോചനയാണെന്നൊക്കെ. എന്താലോചനയായാലും ആ അമ്മയുടെ ഡെഡ് ബോഡി, മൃതശരീരം കൊണ്ടുപോയത് ആട്ടോയിലാണ്. എന്താണ് നമ്മുടെ ആദിവാസികൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയാമോ? ആദിമവാസികളെ അല്ലെങ്കിൽ ആദ്യവാസികളെ, ആദ്യവാസികൾ എന്ന് പറഞ്ഞാൽ ആദ്യം വസിച്ചു തുടങ്ങിയവർ, അല്ലെങ്കിൽ ആദിമവാസികളെ, ആദ്യമായി വസിച്ചു തുടങ്ങിയവർ എന്നൊരർത്ഥം കിട്ടും. ആദിമവാസി എന്ന് കേട്ടാൽ, ആദ്യവാസി എന്ന് കേട്ടാലും അങ്ങനത്തെ അർത്ഥം കിട്ടും പെട്ടെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ. പക്ഷെ ആദിവാസി എന്ന് കേട്ടാൽ പെട്ടെന്ന് അർത്ഥം കിട്ടണമെന്നില്ല. അതെന്തോ ഒരു കുഴപ്പം പിടിച്ച ഒരു ആൾക്കാരാണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. ആദിവാസികളോ, ആദിവാസിയോ എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നു. നഗരവാസിയും ഗ്രാമവാസിയുമാണ് മെച്ചപ്പെട്ടത്. ആദിവാസിയൊക്കെ പഴഞ്ചൻ ആളുകളാണ്. ഈ ഭൂമുഖത്ത് മനുഷ്യരുണ്ടായതിൽ ആദ്യ വിഭാഗക്കാരാണ് ആദിവാസികൾ. അവർ കാടിനെയും അതുപോലെ തന്നെ വനയോര മേഖലകളെയൊക്കെ വളരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഒക്കെ യാതൊരു പരുക്കുമേൽപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ വികസനത്തിന്റെ പേരിൽ അട്ടപ്പാടിയിലായാലും പിന്നെ അതുപോലെ തന്നെ വയനാടിലായാലും മുത്തങ്ങയിലായാലും നമ്മൾ ഇടുക്കിയിലായാലും ഏത് പശ്ചിമഘട്ട മലനിരയിലെ കേരളത്തിലെ ഏത് വനപ്രദേശത്തായാലും അവരുടെ പ്രദേശം കയ്യേറുക, വികസനത്തിന്റെ പേരിൽ അവിടെ കൊണ്ടുപോയി അവരുടെ പേരിൽ പണം അടിച്ചു മാറ്റുക, അവിടെ പെൺകുട്ടികളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ച് പീഡിപ്പിക്കുക, കുറച്ച് പെൺകുട്ടികളെങ്കിലും ഗർഭിണികളാക്കുക, അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരിക, മദ്യപിച്ച് മദ്യവും ഒക്കെ അടിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കുക. വളരെ വ്യാപകമായ രീതിയിലാണ് ആദിവാസി പീഡനം നടക്കുന്നത്. പീഡനം നടക്കുന്നതിലല്ല, അതിനേക്കാൾ പരിതാപകരവും പരിഭവവും ആശങ്കപ്പെടുത്തുന്നതും ഇതൊന്നും കണ്ടാൽ ഒരു പ്രതികരണമില്ലാതെ പ്രതികരണം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും അതുപോലുള്ള പാവപ്പെട്ട ആളുകളും സ്ത്രീകൾ കുട്ടികളൊക്കെ വ്യാപകമായി പലപ്പോഴും പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇത് വരുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സംഘടിതമായി ആഹ്വാനം ചെയ്താൽ കുറച്ചുപേര് വരും എന്നുള്ളത് ഒഴിച്ചാൽ ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഇപ്പം ഡൽഹിയിൽ നിർഭയയുടെ കേസ് ഉണ്ടായപ്പോൾ ലക്ഷങ്ങളാണ് അവിടെ പ്രതിഷേധിച്ചത്, ആരും ആഹ്വാനം ചെയ്യാതെ. നമ്മുടെ നാട്ടിൽ ആഹ്വാനം ചെയ്താലും ആരും പ്രതിഷേധിക്കുന്നില്ല. വളരെ കുറച്ച് ആഹ്വാനം ചെയ്യുന്ന പാർട്ടി, അത് കേൾക്കുന്ന പാർട്ടിക്കാരോ സംഘടനക്കാരോ ചെറിയ പ്രതിഷേധം നടത്തും. അതും ഒരു കപ്പിലെ കൊടുങ്കാറ്റ് പോലെ ഒരു 1-2 പ്രതിഷേധം നടത്തി ചടങ്ങിന് വേണ്ടി പ്രതിഷേധം നടത്തി പോകും. ഇവിടെ ഒരു നാടകവും അതിന്റെ പേരിൽ ഉണ്ടാവുന്നില്ല.
ഇവിടെ ഒരു സാഹിത്യകാരനും എഴുതുന്നില്ല, ഒരു കഥാപ്രാസംഗികനും. സാംബശിവനൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ പാവപ്പെട്ടവന്റെ അശരണരായിട്ടുള്ള നിശബ്ദരാവുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്തുമാത്രം കഥകളാണ് പറഞ്ഞത്. അയില ഉണ്ണികൃഷ്ണൻ, സാംബശിവനെ പോലുള്ള കഥാകാരന്മാർ, ഹർഷകുമാറൊക്കെ. ഇപ്പൊ സാഹിത്യകാരന്മാർക്കും സമയമില്ല, സാംസ്കാരിക പ്രവർത്തകർക്കും സമയമില്ല, അക്കാഡമിഷ്യന്മാർക്കും സമയമില്ല, പരിസ്ഥിതി പ്രവർത്തകർക്കും സമയമില്ല. എല്ലാവരും ഓടുകയാണ്, തിരക്കിലാണ്, മെന്റൽ ട്രോമയാണ്, മാനസികമായൊരു തിരക്കിലാണ് മലയാളി. ആ തിരക്കിനിടയിൽ ഞെരിഞ്ഞമരുന്നത് മധുമാരാണ്, മാദകന്മാരാണ്. ആംബുലൻസ് കിട്ടാതെ മരിച്ചുപോയിട്ട് പോലും യാതൊരു ആദരവും കിട്ടാതെ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുന്ന ചുണ്ടമ്മമാരാണ്. ഇത് ഗൗരവമായൊരു വിഷയമായി എന്നാണ് ഇനി കേരളം കൈകാര്യം ചെയ്യുക. സമ്പൂർണ്ണ സാക്ഷരത നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ആദിവാസികൾ ഉണ്ടായിരുന്നോ? തീരദേശത്തുണ്ടവരുണ്ടോ? മത്സ്യത്തൊഴിലാളികളുണ്ടോ? പട്ടികജാതി പട്ടികവർഗ കോളനികളിലെ ആളുകളുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് ആദിവാസികളെ നാം ഒരു ഗൗരവമുള്ള ആൾക്കാരായി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല? പുതിയ ആദിവാസി വന നിയമം വരേണ്ട സമയമായി. ലക്ഷക്കണക്കിന് ആദിവാസികൾക്കാണ് സ്വന്തമായി ഭൂമിയില്ലാത്തത്. ഭൂമിയിൽ ആദ്യം വന്നവർക്ക് ഭൂമിയില്ല. പിന്നെ വന്ന് കൈയടക്കിയവർക്കും പിടിച്ചടക്കിയവർക്കും കയ്യേറിയവർക്കും കുടിയേറിയവർക്കുമൊക്കെ ഭൂമിയുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉള്ള ആളുകൾക്ക് ധാരാളം ഭൂമി എല്ലാവർക്കും എടുക്കാനും വയ്ക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. അപ്പൊ അങ്ങനെ അവസരം കിട്ടുമ്പോ മറ്റുള്ളവർക്ക്, ഇതുപോലെ ആദ്യം വന്ന സമൂഹത്തിന്, ആദ്യം വന്ന ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവകാശപ്പെട്ട വനം നമ്മൾ കൊടുക്കുന്നില്ല, അവർക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നില്ല. ഒരുപാട് ന്യായങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമിയാണ് കമ്പനികളുടെ പേരിൽ കൃത്യമായ രേഖകൾ പോലും ഇല്ലാതെ കിടക്കുന്നത്, എസ്റ്റേറ്റുകളായി കിടക്കുന്നത്. അതിന്റെ ഓരം ചേർന്ന് വനാന്തരങ്ങളിൽ അടുപ്പിച്ചും വനങ്ങളിലും വളരെ സാധുക്കളായി കുറെ അധികം ആദിവാസികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. അത് പോട്ടെ, അവരുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇടനിലക്കാർ പണം കൊണ്ടുപോകുന്നു. അത് ഉദ്യോഗസ്ഥരാവട്ടെ, രാഷ്ട്രീയ നേതൃത്വമാവട്ടെ, ആരും ആവട്ടെ. കേരളത്തിലെ മൊത്തം ആദിവാസികളുടെ കണക്കെടുത്ത്, നമ്പർ എടുത്തിട്ട് അവർക്ക് വേണ്ടി ചെലവാക്കിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുമെടുത്ത് ഡിവൈഡ് ചെയ്താൽ ഓരോ ആദിവാസിക്കും എത്ര കോടി രൂപയായിരിക്കും ചെലവഴിച്ചിട്ടുള്ളത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഒരു വശത്ത് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മറുവശത്ത് അതിരൂക്ഷമായ പീഡനവും ക്രൂരതയുമാണ് ഈ സമൂഹത്തോട് നാം ചെയ്യുന്നത്. ഇത് പൊറുക്കാവുന്നതല്ല. ഇനിയും മധുമാറും മാദകന്മാരും ചുണ്ടമ്മമാരും ഉണ്ടാകാതിരിക്കട്ടെ. പൊതുസമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ് ആദ്യമായി ഈ ഭൂമിയിൽ വന്നവർക്ക്, ആദിമവാസികൾക്ക്, ആദ്യവാസികൾക്ക്, അവരെ ആദിവാസികൾ എന്ന് പറഞ്ഞ്, അവർ പഴഞ്ചന്മാരാണെന്ന് പറഞ്ഞ്, അവർ കാടന്മാരാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ അവരെ കൂടി സഹായിക്കുന്ന, അവർക്ക് എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുന്ന ഒരു കാഴ്ചപ്പാടും ഒരു നയപരിപാടികളുമാണ് നമുക്ക് വേണ്ടത്. അത് ഇടനിലക്കാർ ധാരാളമായി പണം അവരുടെ പേരിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ ജനതയെ വല്ലാതെ ഉപദ്രവിക്കുന്നുമുണ്ട്, മാനസികമായി, ശാരീരികമായി, പല രൂപത്തിൽ. ആ മദ്യപാന ശീലമില്ലാത്തവരെ മദ്യപാനം ശീലം പഠിപ്പിച്ചും, കള്ള് കൊടുത്തും, കഞ്ചാവ് കൊടുത്തും, പല രൂപത്തിൽ ആ ജനതയെ നശിപ്പിക്കുവാൻ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കോളനികളിൽ നിന്ന് കിട്ടുമോ നോക്കി അവരെ വെച്ചുകൊണ്ട് ആ പ്രദേശത്തെ തന്നെ നശിപ്പിക്കുന്ന, കീഴടക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇതിനെതിരെ വലിയ ബഹുജന രോക്ഷവും പ്രതിരോധവും തീർക്കേണ്ടതുണ്ട്. ആദിമവാസികളോട്, ആദ്യവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട സമയം, കാലവും അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാൾ പോലും ഈ വിഭാഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് പീഡിപ്പിക്കുകയോ ക്രൂരത ഏറ്റുവാങ്ങുകയോ ചെയ്യാതിരിക്കാൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.